ഹായ് ഫ്രണ്ട്സ്, ഗ്ലോബൽ അനിശ്ചിതത്വത്തിൻ്റെ ഭാഗമായി നമ്മുടെ മാർക്കറ്റിൽ അതിൻ്റെ കൺസോളിഡേഷൻ തുടരുകയാണെങ്കിലും നമ്മളെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, നമ്മുടെ ഡൊമസ്റ്റിക് എക്കണോമിക് ഫാക്ടേഴ്സ് എല്ലാം പോസിറ്റീവാണ്. നമ്മുടെ റേറ്റ് കട്ട് വരാൻ പോവുകയാണ്, ഇൻഫ്ലേഷൻ കുറയുകയാണ്, GST കളക്ഷൻ കൂടുകയാണ്, GDP ഗ്രോത്ത് മോശമല്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ നമ്മുടെ എക്കണോമിക് ഫാക്ടേഴ്സ് ഒക്കെ മാർക്കറ്റിന് അനുകൂലമായിട്ടുള്ള ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ മാർക്കറ്റിൻ്റെ ആ ഒരു സ്ട്രെങ്ത് ഇപ്പോഴും തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് 24,500 താഴെ പോകാതെ ആ ലെവലിൽ എത്തുമ്പോഴൊക്കെ നമ്മുടെ മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുന്നത് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നും നമുക്കത് കാണാൻ കഴിയും. 2,500 അടുത്തുള്ള ലോയിലേക്ക് മാർക്കറ്റ് പോയെങ്കിലും ഒരു തിരിച്ചുവരവ് അവിടെ നിന്ന് നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ബ്രോഡ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വലിയ മൂവ് സെക്ടറുകളിലായാലും അല്ലെങ്കിൽ ബ്രോഡ് മാർക്കറ്റിലായാലും കാണാൻ കഴിയില്ലെങ്കിലും നേരിയ തോതിലുള്ള മൂവ്മെന്റ് ബ്രോഡ് മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാ മാർക്കറ്റ് ക്യാപ്പുകളിൽ, അത് ലാർജ് ക്യാപ്പ് ആയാലും ശരി, മിഡ് ക്യാപ്പ് ആയാലും സ്മോൾ ക്യാപ്പ് ആയാലും മൈക്രോ ക്യാപ്പിലും എല്ലാറ്റിലും ഒരു നേരിയൊരു മൂവ് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിലും എല്ലാ സെക്ടറുകളിലും ആ ഒരു നേരിയ മൂവ് ഉണ്ടായിട്ടുണ്ട്. നിഫ്റ്റി റിയാലിറ്റിയിൽ മാത്രമാണ് നേരിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നത്. ബാക്കിയെല്ലാം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ ആ ഒരു റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 24,000-നും 25,000-നും ഇടയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഏതായാലും 24,000 എന്ന ലെവലിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ 25,000-ലേക്ക് പോകാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലാണെന്നും നമുക്ക് മാർക്കറ്റിൻ്റെ ആ ഒരു നിലവിലുള്ള അതിൻ്റെ വളറ്റിലിറ്റി വെച്ചിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു വ്യൂ ആണ് പൊതുവെ അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ 25,000 എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മുടെ മാർക്കറ്റ് അടുത്ത ദിവസങ്ങളിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൂടാതെ നമുക്ക് കാണാൻ കഴിയുന്നത് ഗ്ലോബൽ ക്യൂസ് ഒക്കെ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കൻ ഫ്യൂച്ചേഴ്സ് ഒക്കെ കുറച്ച് പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതും ഒരുപക്ഷെ ഇന്നത്തെ മാർക്കറ്റിൽ ആ 2,500 ലെവലിന് മുകളിലേക്ക് പോകാൻ മാർക്കറ്റിനെ പ്രേരിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇന്ത്യ വിക്സ് നമ്മൾ പരിശോധിച്ചാൽ അത് 15 എന്ന ലെവലിൽ തിരിച്ചു വന്നതായിട്ട് കാണാം. അപ്പോൾ അതൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വോളറ്റിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വലിയ ചാഞ്ചാട്ടമില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇന്ന് നമ്മൾ നിഫ്റ്റി 500 സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം മുന്നേറിയിട്ടുള്ളത് ഇർക്കോൺ ഇൻ്റർനാഷണൽ ആണ്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് നമുക്ക് കാണുന്നത് റെയിൽടെൽ ആണ്. അപ്പോൾ റെയിൽവേ സ്റ്റോക്കുകളാണ് ഇത് രണ്ടും. അപ്പോൾ അവിടെ ഇർക്കോൺ ഇൻ്റർനാഷണൽ 14% അപ്സൈഡ് പോയപ്പോൾ റെയിൽടെൽ കോർപ്പറേഷൻ 12% അപ്സൈഡ് പോയതായിട്ട് കാണാം. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ റെയിൽവേ സ്റ്റോക്കുകളിൽ ഇന്നൊരു അപ്സൈഡ് മൂവ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ടെക്സ്മാക്കോ റെയിൽ, RBNL, റൈറ്റ്സ് പോലെയുള്ള സ്റ്റോക്കുകളിൽ 5 മുതൽ 7% വരെ റാലി നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓർഡേഴ്സ് പല സ്റ്റോക്കുകൾക്കും ലഭിക്കുന്നതായിട്ടും, അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാപ്പെക്സ് ഇംപ്രൂവ്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് കൂടുതലായിട്ട് ഈ മേഖലകളിലേക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്, അത്തരത്തിലുള്ള ഒരു പുഷാണ് നമുക്ക് ഈ സ്റ്റോക്കുകൾ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ അടുത്ത ദിവസമാണ് ഇർക്കോൺ ഇൻ്റർനാഷണലിൽ അതിൻ്റെ ഒരു വലിയൊരു കോൺട്രാക്റ്റ് അവർ നേടിയത്. 1,068 കോടിയുടെ ഒരു കോൺട്രാക്റ്റ് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ അവർക്ക് നൽകുകയുണ്ടായി. അതൊരു EPC കോൺട്രാക്റ്റാണ്. അതായത് എഞ്ചിനീയറിങ്ങും പ്രൊക്യൂർമെൻറ്റും കൺസ്ട്രക്ഷനും ഒക്കെ അടങ്ങിയിട്ടുള്ള വലിയൊരു കോൺട്രാക്റ്റാണ്. ഇതുപോലെ തന്നെ റെയിൽടെൽ കോർപ്പറേഷന് ഈ അടുത്ത കാലത്താണ് നമുക്കൊരു ടെക്നോ ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് കമ്പനിയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു 10 മെഗാവാട്ട് ഒരു ഡാറ്റാ സെൻറ്റർ ഉത്തർപ്രദേശിൽ സ്ഥാപിക്കാനുള്ള ഒരു നീക്കം നമ്മൾ കണ്ടത്. അതുകൂടാതെ തന്നെ റെയിൽടെൽ കോർപ്പറേഷന് മറ്റൊരു പ്രത്യേകത, റെയിൽവേ സ്റ്റോക്കുകളിൽ നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തൊരു കമ്പനി കൂടിയാണിത്. Q4 അതിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസ് 50% ജമ്പ് ചെയ്തതായിട്ട് കാണാം. പ്രോഫിറ്റിലും അതേപോലെ തന്നെ ഒരു 50% കൂടുതൽ ജമ്പ് നടന്നതായിട്ടും ആ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മുന്നേറ്റമാണ് ഈ സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ കാപ്പെക്സ് സ്പെൻഡിങ് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് ഈ മൂവിന് കാരണം. അതുകൂടാതെ തന്നെ ടെക്നിക്കൽ ചാർട്ടുകൾ അത് ഉണ്ടാക്കുന്ന ഒരു സപ്പോർട്ടും ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ പല സ്റ്റോക്കുകളും അതിൻ്റെ PE റേഷ്യോ റീസണബിൾ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ഹൈ PE നിന്നും താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. കൂടാതെ ടെക്നിക്കൽ ചാർട്ടുകളൊക്കെ അതിൻ്റെ സപ്പോർട്ട് ലെവലിൽ നിന്നൊരു ബ്രേക്കൗട്ട് സാധ്യതകളും ഒക്കെ പലരും കണക്ക് കൂട്ടുന്നുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റാലി കൂടിയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. എങ്കിലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റാലി മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. അല്ലാണ്ട് എൻറ്റയർ റെയിൽവേ സെഗ്മെൻറ്റിൽ ഒരു റാലി കഴിഞ്ഞ വർഷം നടന്നതുപോലെയുള്ളത് നടക്കാനുള്ള സാധ്യത കുറവാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം Q4 ഏർണിങ്സ് റിപ്പോർട്ട് അത്ര ഇമ്പ്രസീവ് അല്ല. നമ്മളെല്ലാ സ്റ്റോക്കുകളുടെയും Q4 ഏർണിങ്സ് നോക്കിക്കഴിഞ്ഞാൽ അതത്ര നന്നായിട്ട് വന്നിട്ടില്ല എന്ന് കാണാൻ കഴിയും. ആകെ റെയിൽടെല്ലിൻ്റെയും IRCTCയുടെയും BEMLൻ്റെയും മാത്രമാണ് നമുക്ക് ഇയർ ഓൺ ഇയറിൽ പോസിറ്റീവ് ഗ്രോത്ത് കാണാൻ കഴിയുന്നത്.
അപ്പോൾ ഈ കമ്പനികളുടെ ഏർണിങ്സ് കൺസിസ്റ്റൻ്റായി വരികയും അതേപോലെ തന്നെ ഗവൺമെൻറ് ക്യാപെക്സ് ഇനിയും പുതിയ അനൗൺസ്മെൻറ്റുകൾ വരികയും ചെയ്താൽ മാത്രമേ അങ്ങനെ മൊത്തം റെയിൽവേ സെക്ടറിലുള്ള ഒരു റാലി നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു സ്റ്റോക്ക് സ്പെസിഫിക് റാലി സസ്റ്റെയിൻ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രമേ ഈ സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് ഷോർട്ട് ടേമിൽ എൻട്രി ചെയ്യാൻ സാധിക്കൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു റിപ്പോർട്ട് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് ഇന്റർനാഷണലി റിനൗണ്ട് ആയിട്ടുള്ള മാക്വറി എന്ന് പറയുന്ന ഫൈനാൻഷ്യൽ സർവീസ് ഫേം അവർ ഇന്ത്യയെക്കുറിച്ചുള്ള അവരുടെ ഒരു ബ്രോഡർ മാർക്കറ്റ് അപ്ഡേറ്റ് ഈ ജൂൺ 2025 അപ്ഡേറ്റ് അവർ പ്രസിദ്ധീകരിച്ചതായിട്ട് കാണാം. അപ്പോൾ മാക്വറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ ഒരു മൾട്ടിനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കാണ്. അതുകൂടാതെ വേൾഡ് ഗ്ലോബലി ആയിട്ട് അവർ അറിയപ്പെടുന്ന ഒരു ഫൈനാൻഷ്യൽ സർവീസ് ഫേം കൂടിയാണ്. 1969 മുതലുള്ള ഒരു പാരമ്പര്യം അതിനുണ്ട്. ഓസ്ട്രേലിയയിൽ സിഡ്നി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സർവീസ് ഫേമാണിത്. അപ്പോൾ 31 എമേർജിംഗ് മാർക്കറ്റുകളിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു കമ്പനി 19,700ഓളം എംപ്ലോയീസ് ഉള്ള, അതുപോലെ ഏകദേശം $941 ബില്യൺ അസറ്റൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. അപ്പോൾ അവരുടെ ഒരു ബ്രോഡ് മാർക്കറ്റ് വ്യൂ ഇന്ത്യയെക്കുറിച്ച് കാണുന്നത് അവർ മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സെഗ്മെൻറ്റിലുള്ള ഇന്ത്യൻ സ്റ്റോക്കുകളിൽ ഒരു കോഷ്യസ് അപ്രോച്ചാണ് അവർ പറയുന്നത്. അപ്പോൾ 80% മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകൾ അത് അതിൻ്റെ 3 ഇയർ ആവറേജ് PEയേക്കാൾ മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നാണ് അവരുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റോക്കുകൾ എൻ്റർ ചെയ്യുമ്പോൾ വളരെ കോഷ്യസ് ആയിരിക്കണം എന്നാണ് അവർ പറയുന്നത്. അതുകൂടാതെ തന്നെ ഏർണിങ്സിൽ പ്രതീക്ഷ ഒരു ഇമ്പ്രൂവ് ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പല സ്റ്റോക്കുകളെ കുറിച്ച് പറയുന്നത്. എങ്കിൽ പോലും ഡൊമസ്റ്റിക് ആയിട്ടും ഫോറിൻ ക്യാപിറ്റലായിട്ടും പല നല്ലൊരു ഇൻഫ്ലോ മാർക്കറ്റിൽ വരുന്നത് കൊണ്ട് ലിക്വിഡിറ്റി ഇഷ്യൂ മാർക്കറ്റിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യൻ മാർക്കറ്റിനെ വളരെ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അവർ സാധാരണഗതിയിൽ സൂപ്പർ 6 എന്ന് പറയുന്ന 3 കാറ്റഗറിയിലുള്ള പോർട്ട്ഫോളിയോ ആണ് പൊതുവെ അനൗൺസ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ജൂണിലെ അപ്ഡേറ്റിൽ നമ്മൾ കാണുന്നത് ഇതേപോലെ തന്നെ സ്റ്റാർസ്, ഹിറ്റേഴ്സ്, റൈസിംഗ് സ്റ്റാർസ് എന്ന് പറയുന്ന 3 കാറ്റഗറിയിലുള്ള അവരുടെ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ 6 സ്റ്റാർസ് എന്ന് പറയുന്ന അവരുടെ കോർ പോർട്ട്ഫോളിയോ അത് ലോങ് ടേം ഹോൾഡിങ്ങിന് വേണ്ടിയുള്ള സ്റ്റോക്കുകളുടെ ഒരു പോർട്ട്ഫോളിയോ ആണ്. അപ്പോൾ അത് സ്റ്റേബിൾ ആയിട്ടുള്ളതും ഹൈ ഗ്രോത്ത് സാധ്യതയുമുള്ള കമ്പനികൾ ഏകദേശം 2 മുതൽ 3 വർഷത്തെ ഒരു ടൈം ഹൊറൈസണിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളുടെ ഒരു പോർട്ട്ഫോളിയോ ആണത്. അതിൽ നമുക്ക് കാണാൻ കഴിയും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, HDFC ബാങ്ക്, ഭാരതി എയർടെൽ, ട്രെൻഡ്, പവർ ഫിനാൻസ് കോർപ്പറേഷൻ, ടാറ്റ കൺസൾട്ടൻസി സർവീസസ് പോലെയുള്ള സ്റ്റോക്കാണ് ആ ഒരു പോർട്ട്ഫോളിയോയിൽ നമ്മൾ കാണുന്നത്. ഇവരുടെ രണ്ടാമത്തെ ഒരു കാറ്റഗറി ആയിട്ട് 6 ഹിറ്റേഴ്സ് എന്ന് പറയുന്ന മീഡിയം ടേമിലേക്കുള്ള ഒരു ടാക്റ്റിക്കലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി സെർച്ച് ചെയ്തുകൊണ്ടുള്ള ആ ഒരു പോർട്ട്ഫോളിയോയിൽ നമ്മൾ കാണുന്നത് ഒന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്, മറ്റൊന്ന് ഭാരത് ഇലക്ട്രോണിക്സ്, LIC, ലാർസൻ ആൻഡ് ടൂബ്രോ പോലെയുള്ള സ്റ്റോക്കുകൾ കാണാം. അതുകൂടാതെ ഇതിനു മുമ്പുണ്ടായിരുന്ന അൾട്രാടെക് സിമെൻറ്റ് ഈ ഒരു പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരുന്നു. അതിനെ മാറ്റിക്കൊണ്ട് അവർ ഗെയിൽ ഇന്ത്യയെ അവിടെ പ്ലേസ് ചെയ്തതായിട്ട് കാണാം. അതേപോലെ തന്നെ മുമ്പ് ഈ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടായിരുന്ന NTPCയെ മാറ്റിക്കൊണ്ട് ശ്രീറാം ഫിനാൻസിനെ അവിടെ ആഡ് ചെയ്തതായിട്ടും കാണാം. അപ്പോൾ ഈ ഹിറ്റേഴ്സ് എന്ന് പറയുന്ന ഈ 6 പോർട്ട്ഫോളിയോയുടെ ലിസ്റ്റ് ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക. മൂന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള റൈസിംഗ് സ്റ്റാർസ് എന്ന് പറയുന്ന ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനികളുടെ ആ ഒരു ലിസ്റ്റിൽ അവർ എയിം ചെയ്യുന്നത് 2-3 വർഷങ്ങൾ കൊണ്ട് തന്നെ സ്റ്റോക്കിന്റെ പ്രൈസ് ഡബിൾ ആകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. ഇത്തരത്തിൽ അവരുടെ പോർട്ട്ഫോളിയോ ആഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഒന്ന് ഡെലിവറിയാണ്, മറ്റൊന്ന് ആദിത്യ ബിർള ക്യാപിറ്റൽ, മറ്റൊന്ന് IRCTC, യൂനോ മിൻഡ, ലെമൺ ട്രീ ഹോട്ടൽസ്, അതുപോലെ ദേവയാനി ഇന്റർനാഷണൽ പോലെയുള്ള സ്റ്റോക്കുകളാണ് നമുക്ക് ആ ഒരു പോർട്ട്ഫോളിയോയിൽ കാണാൻ കഴിയുക. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ മാക്വറിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.